സവാരി ഗിരിഗിരിയിൽ നാലാമത്തെ ചോദ്യം ഇതാ. മഴത്തുള്ളി കിലുക്കം എന്ന ചിത്രത്തിന്റെ എഡിറ്റർ ആരാണ്? എ പ്രവീൺ പ്രഭാകർ, ബി രഞ്ജൻ എബ്രഹാം, സി ആന്റണി. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ചേച്ചി ഓപ്ഷൻ ബി ആകുമോ? രഞ്ജൻ എബ്രഹാം. അതെ, എനിക്കും അങ്ങനെ ഉറപ്പാണോ? തോന്നുന്നു. കാരണം വളരെ വളരെ സെലിബ്രേറ്റഡ് ആയിട്ടുള്ള അതെ, രഞ്ജൻ എബ്രഹാം. എനിക്കും തോന്നുന്ന ബി ആണെന്നാണ്. റിൻസിക്ക് വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? റിൻസി ഓൾമോസ്റ്റ് എല്ലാം വളരെ കറക്റ്റ് ആയിട്ടാണ് പറയുന്നത്. എനിക്ക് ഫെമിലിയർ ആയിട്ടുള്ള പേര്. ആ അല്ലെ, കുറെ കൂടെ ഫെമിലിയർ ആയിട്ടുള്ള പേര്. അതെ, അപ്പൊ മിക്കവാറും അത് തന്നെയായിരിക്കും ഒരു കൂട്ടട്ടെ. അപ്പൊ കൂട്ടെന്നതിന് മുമ്പ് നാലാമത്തെ ചോദ്യത്തിനും കൂടെ ഉത്തരം തരുമ്പോ അതിൽ എനിക്കും കൂടെ എന്ത് പങ്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൂട്ടാം. ഓ ശരിയാണ്. ശരി, ആയിക്കോട്ടെ, അത് എന്തുവേണേ ആയിക്കോട്ടെ. റിൻസിയായി രഞ്ജിനിയായി നിങ്ങളുടെ പാടായി. ചേച്ചിക്ക് എന്ത് വേണം? എനിക്കൊന്നും വേണ്ട, വെറുതെ പറഞ്ഞാണ്. എന്തായാലും ആ ബി ഓപ്ഷൻ നമുക്ക് കൂട്ടാം. വേണ്ടി ഞാൻ പറഞ്ഞു. ഓക്കെ, പൂട്ടാം. കയ്യിൽ എഴുതിയിരിക്കുന്നുണ്ട്, എന്താണ്? അത് ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്നോണ്ട് വായിക്കാൻ പറ്റുന്നില്ല. ഒന്ന് കാണിച്ചു കൊടുക്കൂ. ഹിന്ദി. ഏക. എന്റെ ബാൻഡിന്റെ പേരാണ്. എന്റെ ഒരു സ്പിരിച്വൽ ബിലീഫാണ്. ഞാൻ ടാറ്റു അടിച്ചു എന്നേ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ കുത്തി വേ. എനിക്കിഷ്ടമാണ് ടാറ്റു അടിക്കാൻ. കാരണം ഞങ്ങൾ അമേരിക്കയിലൊക്കെ പോയി. ഞാൻ കാരണം അല്ലല്ല, എനിക്ക് ടാറ്റു ഭയങ്കര ഇഷ്ടമാണ്. അതെ, ഈ അമേരിക്കയിൽ ചില സായിപ്പന്മാരൊക്കെ ഉണ്ടോ, വലിയ തടിയും പൊക്കമൊക്കെ ആയിട്ട് കഴുത്തിന്റെ ഇവിടെ തൊട്ട് കാല് വരെ കളർ അടിച്ചു വെച്ചിരിക്കുന്നവരാണ്. മൊത്തം ടാറ്റു ആണ്. പിന്നെ ജീവിതകാലം അത് പോകത്തുമില്ല. അങ്ങനെ ഒരു ഗുണമുണ്ട് കേട്ടോ അതിന്. അപ്പൊ രഞ്ജൻ എബ്രഹാം ആണ് റിൻസി പറഞ്ഞിരിക്കുന്നത്. ഈ ഉത്തരം ശരിയാണ് എങ്കിൽ തീർച്ചയായിട്ടും രഞ്ജിനിക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം. കാരണം രഞ്ജിനി ഈ 4 ചോദ്യത്തിനേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ പോവാണ്. അപ്പൊ എന്തായാലും ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻ, വെരി ഗുഡ്. ഒരു ചോദ്യം കൂടെ. എന്റെ ദൈവമേ, വവ്വാലിന്റെ മുട്ടയാണ് ഞാനില്ല. ചെറിയൊരു ചോദ്യമാണ്. കടൽ കണ്ടിട്ടില്ലേ? പിന്നെ കായൽ കണ്ടിട്ടില്ലേ? ഒഴുകുന്ന ഒരു അക്കം ഏതാണ്? ഒഴുകുന്ന ഒരു അക്കം. അക്കയല്ല കേട്ടോ, അക്കയല്ല, ഒഴുകുന്ന അക്കയല്ല. അക്കാന്ന് ഞാൻ സൊല്ലല്ലേ, അക്കം ഞാൻ സൊല്ലിയിருக்கு. ഒഴുകുന്ന അക്കം. അതേതാ? ഞാൻ 1, 2, 3 തുടങ്ങി എല്ലാം പറഞ്ഞു നോക്കുന്നുണ്ട്. 6 ആണോ? 6 ഒഴുകും. പിന്നെ തീർച്ചയായിട്ടും 6 ആണല്ലോ ഒഴുകാറ്. എങ്കിൽ ഉത്തരം ശരിയാണ് കേട്ടോ. സന്തോഷമായിട്ട് നോക്കൂ. എന്തായാലും വവ്വാലിന്റെ ഒരു ഇത് ആ 6 തീർത്തു. തടപ്പ് മാറി. ചോദ്യമിതാ. മഴത്തുള്ളി കിലുക്കം സിനിമയിൽ നവ്യ നായർ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ ചേട്ടനായി അഭിനയിക്കുന്ന നടൻ ആരാണ്? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ആൻസർ ബോബൻ ആലമ്മൂടൻ. ബോബൻ ആലമ്മൂടൻ. അതെ. ടൈമോ? ഉറപ്പായിരുന്നോ? ഏകദേശം. ഏകദേശം എന്ന് പറഞ്ഞാൽ? കാരണം അദ്ദേഹത്തിൻ്റെ മറ്റൊരു മൂവി കണ്ട് എനിക്ക് ഈ പേര് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. കുഞ്ചാക്ക ബോബൻ, ബോബൻ ആലമ്മൂടൻ. അങ്ങനെ ഇരുന്നിരുന്ന് ആ ഒരു പേര് പഠിച്ചു. പിന്നെ നിറം മൂവിയിലും ഇദ്ദേഹത്തിന് നല്ല പരിചയമായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹം തന്നെ ആയിരിക്കും. ബോബൻ ആലമ്മൂടൻ. അതെ. ശരിയാണെങ്കിൽ കൈ നിറയെ പണം, 20,000 rupees. അതെ. അല്ലെങ്കിൽ 10,000. അതെ. കോൺഫിഡൻറ്റ്? യെസ്. വെരി ഗുഡ്. ചിത്തിരക്കാരി റിൻസിക്ക് എങ്ങനെ തെറ്റുപറ്റും? ഉത്തരം ശരിയാണ്. Congratulations, 120,000 rupees. Very good.